ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആകുന്നു, പല കാര്യങ്ങളും കറക്റ്റായി ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം ചെയ്യുന്നതിനിടയിലെല്ലാം ഫോണെല്ലാം ഹാങ് ആയി ഇതെല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന 4 അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഹാങ്ങിങ്ങിൻ്റെ പ്രശ്നമെല്ലാം ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ സെറ്റിംഗ് എന്ന് നോക്കാം. വളരെ സിമ്പിളായ കാര്യമാണ്. ആദ്യമായി ഇതിന് നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾക്ക് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇത് ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓൺ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് രണ്ടും ഓഫ് ചെയ്തു വെക്കുക. ഇത് ചെയ്യുക വഴി നിങ്ങളുടെ ഫോണിൻ്റെ ഹാങ്ങിങ് എല്ലാം നല്ല രീതിയിൽ കുറയ്ക്കാനെല്ലാം സാധിക്കും. ഇത് മാത്രമല്ല, ഇനി അടിപൊളിയായ 3 സെറ്റിംഗ് കൂടിയുണ്ട്. ഇതിനായി വീണ്ടും നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിനു ശേഷം അക്കൗണ്ട് ആൻഡ് സിങ്ക് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നമുക്ക് ഓട്ടോ സിങ്ക് ഡാറ്റ എന്ന ഈ ഒരു ഓപ്ഷൻ കൂടി ഓഫ് ചെയ്ത് വെക്കാം. ഇനി മറ്റൊരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എബൌട്ട് ഫോൺ എന്നതിൽ പോയതിനു ശേഷം നമുക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഒന്നും എനേബിൾ അല്ലെങ്കിൽ ഈ ഒരു MIUI വേർഷനിൽ ഇതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഇത് ഇവിടെ 5 to 7 തവണയെല്ലാം ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെവലപ്പർ ഓപ്ഷൻ എല്ലാം ഓണാകും. ഇപ്പോൾ എൻ്റെ ഡെവലപ്പർ ഓപ്ഷൻ ഓണാണ്. അതിനുശേഷം സെർച്ച് എന്നതിൽ പോയി ഡെവലപ്പർ ഓപ്ഷൻ എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കുക. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന ഓപ്ഷനാണ് ഇവിടെ കിട്ടുക. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് പിന്നീട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വർക്കാവുകയില്ല. ഇനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അറ്റ്മോസ്റ്റ് 1 പ്രോസസ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 2 പ്രോസസ്സ് ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യാം. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാങ്ങിങ് പ്രശ്നമെല്ലാം ഒഴിവാക്കുന്നതിന് നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നത് സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്മോസ്റ്റ് 1 എന്ന് സെലക്ട് ചെയ്താലും നല്ല രീതിയിൽ ഹാങ്ങിങ് പ്രശ്നമെല്ലാം നിങ്ങൾക്ക് ഈ സോൾവ് ചെയ്യാനെല്ലാം സാധിക്കും. ഇനി മറ്റൊരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി അഡീഷണൽ സെറ്റിംഗ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ആക്സസിബിലിറ്റി എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ഞാൻ ഈ രണ്ടാമത്തെ ഓപ്ഷൻ വിഷൻ എന്നതിൽ ടാപ്പ് ചെയ്യുകയാണ്. ഇനി ഇവിടെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ റിമൂവ് അനിമേഷൻ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതുകൂടി ഓൺ ചെയ്ത് വയ്ക്കുക. അതായത് പലവിധ അനിമേഷൻസ് എല്ലാം നമ്മുടെ മൊബൈലിൽ ഇത് ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുകയും അതുവഴി നമ്മുടെ ഫോണിന് അധികമെല്ലാം ലോഡെല്ലാം നല്ല രീതിയിൽ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റിമൂവ് അനിമേഷൻ എന്നത് കൂടി ഓൺ ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണെല്ലാം തന്നെ ഹാങ് ആകുന്നതെല്ലാം നല്ല രീതിയിൽ കുറയ്ക്കാനെല്ലാം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകും. ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ഇവിടെ ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.